ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കൈയോടുകൂടി പിടിക്കുകയാണ് പിങ്കിയും നന്ദയും. അങ്ങനെ നമ്മുടെ പിങ്കിനെ പുഷ്പൻ വിളിക്കുകയാണ്. ഏതായാലും പുഷ്പൻ വിളിച്ചു കഴിയുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഒരിക്കലും അത് പിങ്കിക്ക് താങ്ങാനായിട്ട് കഴിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ആ സംശയമൊക്കെ മാറി താൻ തെറ്റുകാരനാണ്, തൻ്റെ കാമുകൻ എന്നൊന്നും പറയാൻ പറ്റില്ല, താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന തൻ്റെ കാമുകൻ തെറ്റുകാരനാണ് എന്ന് നമ്മുടെ പിങ്കി അറിയുന്നു. അതുപോലെ തന്നെ നന്ദ അറിയുകയാണ് തൻ്റെ ഭർത്താവ് തെറ്റുകാരനാണെന്ന് അറിയുന്നു. അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അരുന്ധതിനെയാണ്. അപ്പോൾ അരുന്ധതി ആ ഒരു മാല നമ്മുടെ നന്ദയ്ക്ക് കൊടുത്തു. അവിടെ അസൂയപ്പെട്ട് 3 പേര് നിൽപ്പുണ്ട്, പവിത്രയും പിങ്കിയും മോഹിനിയും. അവർ ഒരിക്കലും വിചാരിച്ചില്ല നന്ദയ്ക്ക് ഈ മാല കൊടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നന്ദ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, പറഞ്ഞാൽ കേൾക്കാത്തവളാണ് എന്നൊക്കെ ഒരു മുദ്ര അരുന്ധതി തന്നെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അത് പിങ്കിയുടെ കഴുത്തേ വന്ന് വീഴുന്നത്. ഏതായാലും എല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് തന്നെയാണ് ആ ഒരു മാല കിട്ടിയിരിക്കുന്നത്. അർജുൻ പറയുകയാണ് കേട്ടോ, ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇത് ഏറ്റവും കൂടുതൽ അർഹത മേടിക്കാനുള്ളത് വല്യമ്മായി, ഇത് നമ്മുടെ നന്ദയ്ക്ക് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ട ഉടനെ നമ്മുടെ ലക്ഷ്മി ഓടി വന്നിട്ട് നന്ദയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട്, ഈ അമ്മയുടെ അഭിമാനം മോള് കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലുത്. അതുമല്ല, നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നിസ്സാരമായ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞു, പിന്നെ ഇപ്പം ഡോക്ടർമാരൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ട്. ഈ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്താ ഇത്ര പ്രത്യേകത ഇരിക്കുന്നത്? ഇപ്പം പണ്ടൊക്കെ ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണിത്തെറിച്ച കാണത്തുള്ളായിരുന്നു. ഇപ്പം എല്ലാ കുടുംബത്തിലെ എല്ലാ മക്കളും ഡോക്ടർ ആകണമെന്ന് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, ഇത് വെറും ഡോക്ടറൊന്നും അല്ല പിങ്കി, ഇവളുണ്ടല്ലോ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡാണ് മേടിക്കാൻ പോകുന്നത്. ഒരു ഡോക്ടർ ആകാൻ പോകുന്ന കുട്ടി, ഒരു മെഡിസിൻ പഠിക്കുന്ന കുട്ടി ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചില്ലറ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ അരുന്ധതിയും പറഞ്ഞു, അത് ശരിയാ ലക്ഷ്മി, അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം നന്ദമോള് അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് പഠിക്കുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും പല പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു നല്ലൊരു ഇതിലെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവിടെ ഇൻവെസ്റ്റിഗേഷനായിട്ട് ചുഴിഞ്ഞു നടക്കുന്ന കുറച്ച് പേർക്കൊന്നുമേ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് ഒന്നും കൂടെ പിങ്കി നമ്മുടെ അർജുനെ തന്നെ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഏതായാലും എനിക്കും അഭിമാനമാ, എൻ്റെ ഭാര്യ നല്ലൊരു സ്റ്റുഡൻ്റ് ആകുന്നതിൽ എനിക്കും കൂടെ അല്ലേ അതിൻ്റെ അഭിമാനം എന്നിങ്ങനെ പറഞ്ഞപ്പം അരുന്ധതി പറഞ്ഞു, ഈ അഭിമാനം മാത്രം പോരാ, അന്ന് ആ ആദരവ് നടക്കുന്ന ആ ഒരു ആദരിക്കുന്ന ചടങ്ങുണ്ടല്ലോ, അതിൽ ഗൗതം മോൻ പങ്കെടുക്കുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഗൗതമിന് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ആ ഒരു ഇതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതമിന് പറ്റില്ല. ആ ഒരു സാഹചര്യം എന്തുവാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാക്കായിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഇവർ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഗൗതം. ഏതായാലും ഗൗതം കാണിക്കുന്ന റൊമാൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നന്ദേനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. നിന്നെക്കുറിച്ച് എനിക്ക് ഓർത്ത് അഭിമാനിക്കാമല്ലോ, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ട് വെറുതെ ആയിട്ടില്ലല്ലോ, അതൊക്കെ ഓർത്ത് എനിക്ക് സന്തോഷിക്കാമല്ലോ, എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യ ഡോക്ടറാന്ന് പറയുന്നതിൽ എനിക്ക് നല്ലതല്ലേ ഉള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം വരുമോ, ഉറപ്പായിട്ടും വരുമോ, എനിക്ക് അവാർഡ് കിട്ടുന്ന ചടങ്ങിൽ വരുമോ എന്ന് ചോദിച്ചപ്പം സത്യമായിട്ട് ഞാൻ വരും. ഈ ഗൗതം നിൻ്റെ ഭർത്താവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചടങ്ങിന് വരും എന്ന് വാക്കും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗൗതം നന്ദയ്ക്ക്. ഏതായാലും ചടങ്ങിന് എത്തുകയോ എത്താതിരിക്കുകയോ യാതൊരു ഇതുമില്ല, പക്ഷേ നമ്മുടെ നന്ദയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് പെട്ടെന്നൊരു കോള് വരുന്നത്. വന്നത് നമ്മുടെ ഗൗതം എടുക്കുന്നു. ഗൗതം എടുത്തു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കണത്. നമ്മുടെ അഭിരാമിക്ക് പെയിൻ തുടങ്ങി. അപ്പം ചെറിയ പെയിൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഈ കോള് വിളിച്ചതും നമ്മുടെ
ഗൗതം ഓടിപ്പടച്ച് പോകാൻ തുടങ്ങിയപ്പോൾ എന്താ സാർ എന്താ പറ്റിയത്, ഇതെന്താ ഒരു ഫോൺ കോൾ വന്നപ്പോൾ സാർ ഇങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് പോകാൻ നോക്കുന്നത്, എന്താണ് സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം നന്ദ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഒഫീഷ്യൽ പ്രശ്നങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് നീ അതിൽ കൈ കടത്താതെ നീ മാറി നിൽക്കി, ഞാൻ പോട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല സാറിന് ഞാൻ വീട്ടിൽ എന്താണെന്ന് സാറിന് എന്നോട് തുറന്നു പറയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ വാശി പിടിച്ചു. അപ്പം പറഞ്ഞു സാറ് പറയണ്ട, ഒരു കാര്യം ചെയ്യാം, ഈ ഫോണിൽ ഒരാൾ വിളിച്ചിട്ടുണ്ടല്ലോ അത് ആരാണെന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ ആ ഫോൺ എടുത്ത് നോക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. എൻ്റെ ഫോണൊന്ന് ചെറുതായിട്ടൊന്ന് താഴെ ചാടാൻ പോയി സ്റ്റാൻഡ് ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ ഒന്ന് ചെറിയൊരു ഷെയ്ക്ക് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദ ആ ഒരു ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം സമ്മതിക്കുമോ? ഒരു ഭർത്താക്കന്മാർ സമ്മതിക്കില്ല, കള്ളത്തരം മറച്ചു വയ്ക്കുന്ന ആരും സമ്മതിക്കാത്ത കാര്യമാണ്. അങ്ങനെ ഓടി വന്ന് ഫോണ് മേടിക്കാൻ തുടങ്ങിയതും അഭിരാമിയാണ് എന്ന് കണ്ടു. ഇത് കണ്ടതും ഓഹോ അപ്പോൾ അഭിരാമി അല്ലേ വിളിച്ചത്, ഞാൻ ഗൗതം സാറിനോട് ചോദിച്ചതല്ലേ ഈ അഭിരാമി ആരാണെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലെന്ന് പറയുമ്പം നന്ദ എനിക്ക് കലി വന്നിരിക്കുകയാണ്. നന്ദ മാറി നിൽക്കാൻ പറഞ്ഞു. നീ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് എന്നെ സംശയിക്കുന്നത്? അല്ല ഞാൻ സംശയിക്കുന്നതിനാണോ സാർ തെറ്റിയിരിക്കുന്നത്? ഈ അഭിരാമി വിളിക്കുമ്പോഴാണ് സാർ ഇവിടുന്ന് പോകുന്നത്, എന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴൊക്കെയാണ് വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നീ എന്ത് മനസ്സിലാക്കാനാണ്? ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, അത് ചിലപ്പോൾ തുറന്നു പറയാൻ പറ്റിയെന്ന് വരും. അത് മനസ്സിലാക്കാത്ത ഒരു ഭാര്യയാണോ നന്ദ? നന്ദയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസില്ലേ? താനാണോ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് മേടിക്കാനും ഒരു ഡോക്ടർ ആകാനൊക്കെ പോകുന്നത്? നമ്മുടെ ഡ്യൂട്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാണോ അതിൽ ആത്മാർത്ഥത പുലർത്തുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടും. അതൊക്കെ പകുതി കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റിയതൊന്നും വരില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റാത്ത എത്ര കാരണങ്ങൾ കാണും. അതുപോലെ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കാണും. അത് ഒരു ഭാര്യയോടോ മറ്റേത് ഉദ്യോഗസ്ഥന്മാരോടോ പോലും തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന് നീ കരുതിയാൽ മതി, വേറൊന്നും വിചാരിക്കണ്ട. പക്ഷേ ഈ ഗൗതമിന് നന്ദയോടൊരു ഇറ്റ് സ്നേഹം കുറവില്ല, ഞാൻ നിന്നെ ചതിക്കുന്നില്ല എന്ന വാക്ക് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു വാക്കൊക്കെ കൊടുത്തു. ആ ഒരു വാക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോകുന്നത്. ഗൗതം പോകുന്നത് കാണുമ്പോഴത്തേക്കും പിങ്കി ഓടി വന്നിട്ട് അല്ല ഗൗതം ഇത് എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകണം, പോകുന്ന സ്ഥലമെല്ലാം നിന്നെ ബോധിപ്പിച്ചിട്ട് പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ ഗൗതം പോയത്. അപ്പോൾ പിങ്കി വല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, പറയാതെ പെട്ടെന്ന് കണ്ടൊരു മനുഷ്യൻ പറയാതെ പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഓടി പോവുകയാണല്ലോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അഭിരാമീനെ കാണിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ കുറച്ച് വഷള് തന്നെയാണ്, പെയിനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറ് നിലവിളിച്ച് നടക്കുകയാണ് അഭിരാമി. വലിയ രീതിയിൽ തന്നെ ഒച്ചയിട്ട് ബഹളമൊക്കെ വെച്ച് കാറുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുഷ്പൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. പുഷ്പൻ അപ്പോഴും ആ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. പുഷ്പൻ എന്താണ് വിവരം, എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ആ ഹോസ്പിറ്റലിൽ പുഷ്പനുണ്ട്. അപ്പോൾ പുഷ്പൻ ആകെ മൊത്തം ഒന്ന് എല്ലാം ചിക്കി ചകയുന്നുണ്ട്. അപ്പോൾ ഓടി നമ്മുടെ ഗൗതം എത്തി കേട്ടോ. ഗൗതം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല, കാരണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ ആപത്താന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഗൗതമിനൊരു പേടിയായി. നേരെ ഈ ഒരു അഭിരാമിനെ ആ റൂമിൽ നിന്ന് നേരെ അതായത് ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ കൈ പിടിച്ച് താങ്ങിയൊക്കെയാണ് കൊണ്ടുപോകാൻ തുടങ്ങുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പം പെട്ടെന്ന് ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ കൊണ്ടുപോകുന്നു, ഭർത്താവ് ഭാര്യനെ കൊണ്ടുപോകുന്നു, ആ ഒരു രംഗം തന്നെ തോന്നത്തുള്ളൂ. അപ്പം ഉറപ്പിച്ചു ഇത് ഭാര്യയും ഭർത്താവും തന്നെ. അപ്പം അവിടെ ഉള്ളവരോട് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചപ്പോൾ പറയുകയും ചെയ്തു അഭിരാമി ഗൗതം എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണെന്ന് പറയുകയും ചെയ്തു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. കിട്ടിയ അവസരം തന്നെയാണ്. കുറച്ച് ചിക്കിലി കയ്യിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഗൗതമിനോടും നന്ദയോടുമുള്ള ആ ഒരു വാശി എനിക്ക് തീർക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പിങ്കി ആണെങ്കിൽ നീ എന്തിനാണ് നന്ദ പറഞ്ഞു വിട്ടത്, നീ എന്തിനാണ് ഗൗതമിനെ പറഞ്ഞു വിട്ടത്, നിനക്ക് പറയത്തില്ലായിരുന്നോ, പോകണ്ടായിരുന്നെന്ന് പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പോകാനായിട്ട് ഒരാളിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാതിരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ കുറേ പ്രാവശ്യം തടയാനായിട്ട് നോക്കിയതാ, പക്ഷേ പോയി. എന്ത് ചെയ്യാനാണ്? അല്ല അഭിരാമി തന്നെയാണോ ഫോണിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അഭിരാമി തന്നെയാണ് ഫോണിലുണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ പിങ്കിക്കും വല്ലാത്ത ടെൻഷനായി, നമ്മുടെ നന്ദയ്ക്കും വല്ലാത്ത ടെൻഷനായി. പിങ്കിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഗൗതം തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള പേടി. ഇവിടെയാണെങ്കിൽ നന്ദയുടെ കൂടെ ജീവിച്ചാൽ കാണുമെങ്കിലും ചെയ്യാം, അഭിരാമിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പോലും പറ്റത്തില്ലല്ലോ. ആ ഒരു നമ്മുടെ പിങ്കി ഉള്ളത്. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിങ്കിക്ക് പറ്റിയ ആ ഒരു കോള് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുഷ്പം വിളിക്കുന്നുണ്ട്. ഇയാൾക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
പിങ്കി ആദ്യം ഫോൺ അങ്ങ് ഗൗരവത്തിലെടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിരിക്കും ഇയാൾ വിളിക്കുന്നതെന്ന് പറഞ്ഞ് എന്താണോ തനിക്ക് വേണ്ടത്, താൻ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇപ്പം വിളിക്കുന്നത്, മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാന്ന് പറയുമ്പോഴത്തേക്കും എന്ത് സമാധാനമാ പിങ്കി മേഡത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതെ, ആ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അല്ല, ഈ പറയുന്ന ഗൗതം സാർ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഗൗതത്തിൻ്റെ കാര്യം എന്താ ഇപ്പം ഇയാൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പം, അല്ല ഗൗതം സാറിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ വിളിച്ചതെന്ന് പറഞ്ഞപ്പം, എന്ത് ഇൻഫർമേഷനാണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പം, അത് വേറൊന്നുമല്ല, ഇപ്പം ഗൗതം സാറ് ഒരു ഹോസ്പിറ്റലിലാണുള്ളതെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലോ? അതെങ്ങനെ പുഷ്പനറിയാം? ആ ഹോസ്പിറ്റലിൽ ഞാനും ഉണ്ടെന്ന് കൂട്ടിക്കോ. ഈ ഗൗതം സാറ് ആളെങ്ങനെയാ? ആളത്രയ്ക്ക് ശരിയല്ലല്ലേ, ഒരു പഞ്ചാരക്കുട്ടനാണല്ലേ, ഒരു പൂവാലനാണല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഗൗതമിനെ കുറിച്ച് എന്തൊക്കെയാ ഈ പറയുന്നത്? പുഷ്പ, നീ പറയാനുള്ളത് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ദേ ഇവിടെ നമ്മുടെ സാറുണ്ടല്ലോ, പോലീസ് സാർ ഇവിടെ ഒരു അടിപൊളി പെണ്ണിനെയും കൊണ്ട് ഇതിലെ കൂടെ തേരാപ്പാര നടക്കുന്നുണ്ട്. പെണ്ണ് ഒരു പൂർണ്ണ ഗർഭിണിയുമാണ്. ഏതായാലും ഉടനെ പ്രസവം കാണും. ഉടനെ തന്നെ ഗൗതം സാറിനും ആ പെണ്ണിനും ഒരു കുഞ്ഞുണ്ടാകാൻ ചാൻസും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞെട്ടിപ്പോയി. എന്താ പുഷ്പം പറയുന്നത്? സത്യമാണ് മേഡം ഞാൻ പറയുന്നത്. ഞാനിവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കാര്യം സത്യമാണെന്ന് തന്നെയാണ് അറിഞ്ഞത്. ഗൗതം എന്ന ആളിൻ്റെ ഭർത്താവായിട്ട് ഇവിടെ അഭിരാമി എന്നൊരു പെണ്ണാണ് ഉള്ളത്. അവൾ പൂർണ്ണ ഗർഭിണിയുമാണ്. അവൾ ഉടനെ പ്രസവിക്കാനും ചാൻസ് ഉണ്ട്. ചിന്ന വീട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഏത് ഹോസ്പിറ്റലാ, ഇപ്പം അവിടെ ഉണ്ടോ, എങ്ങനെയാ അതൊക്കെ വിവരം ഡീറ്റെയിൽസ് ഫുള്ള് ചോദിക്കുക നമ്മുടെ പിങ്കി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ ചങ്കിൽ ഇടുത്തി വീണില്ലേ. ഹുയ്യോ, പിന്നെ പറയാനുണ്ടോ. ഏതായാലും ഫോൺ കട്ട് ചെയ്ത പിങ്കി നേരെ ചെല്ലുന്നത് നന്ദയുടെ അടുത്തേക്ക് തന്നെയാണ്. അങ്ങനെ നന്ദയോട് പറഞ്ഞു, അതെ ഞാൻ കുറച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞു നന്ദ എന്ന് പറഞ്ഞു. എന്ത് വിവരങ്ങളാണ് അറിഞ്ഞത്? ഗൗതമിൻ്റെ വിവരങ്ങൾ തന്നെ അറിഞ്ഞത്. എന്ത് വിവരങ്ങൾ? എന്താണെന്ന് വെച്ചാൽ ഒന്ന് പിങ്കി ടെൻഷൻ അടിപ്പിക്കാതെ പറയുന്നുണ്ടോ? എന്താ പറ്റിയത്? നിനക്കിതൊക്കെ നിസ്സാരമായിട്ട് കാണാൻ കഴിയുമായിരിക്കും, പക്ഷേ എനിക്കിതൊന്നും വെറും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ മോഹങ്ങളും ഒക്കെ തകർത്തിട്ടാ അയാൾ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, എന്താ പിങ്കി ഒന്ന് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. നമ്മുടെ പോലീസ് ഓഫീസർ നല്ല പണി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദേ എന്നെ മാത്രമല്ല നിന്നെയും വഞ്ചിച്ചിട്ട് അഭിരാമി എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ കുഞ്ഞ്, ആ പെണ്ണിൻ്റെ വയറ്റിൽ ദേ നമ്മുടെ ഗൗതമിൻ്റെ കുഞ്ഞാ വളരുന്നതെന്നും പറഞ്ഞു. ഇത് കേട്ടതും നന്ദ ഞെട്ടിപ്പോയി കേട്ടോ. ഏതായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇവർ രണ്ടുപേരും നേരെ വെച്ച് പിടിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പം ആകെ സീൻ കോൺട്രയാകും. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. യാഥാർത്ഥ്യം തിരിച്ചറിയുമോ നമ്മുടെ ഗൗതം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ചെയ്യുന്ന കാര്യം വേറൊന്നുമല്ല, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ അറിയുമ്പം ക്ഷമിക്കുമായിരിക്കും അല്ലേ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നിട്ട് പോണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.